إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം യഥാവിധി പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അഥവാ ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ മാസത്തെ അറബികളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ മാസത്തിന്റെ കൂടെ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഹറം മാസം എന്ന രൂപത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പവിത്രമായ ഒരു മാസമാണ് മുഹറം മാസം എന്നതാണ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നിഷിദ്ധമാക്കപ്പെട്ടത്, അനാവശ്യമായ രൂപത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളും പ്രത്യേകമായി നിഷിദ്ധമാക്കപ്പെട്ടത് എന്നും യുദ്ധങ്ങളെല്ലാം നിഷിദ്ധമാക്കിക്കൊണ്ട് അല്ലാഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു മാസം കൂടിയാണ് ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് പറയുന്ന ഈ മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ് എന്നും ആ മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രതയുണ്ട് എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, മിൻഹാ അർബഅത്തുൻ ഹുറും. മാസങ്ങളുടെ എണ്ണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 മാസമാണ് എന്നും, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം എന്ന് പറയുന്നത് പവിത്രമായ മാസങ്ങളാണ്.
ഏതാണ് ആ പവിത്രമായ 4 മാസം എന്ന് ഹദീസുകളിൽ അതിന്റെ വിശദീകരണമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം എന്ന് തുടരെയായി 3 മാസങ്ങളും റജബ് മാസം എന്ന് പറയുന്ന മറ്റൊരു മാസവും, ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ ഒരു പവിത്രത അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് ആകാശഭൂമിയെ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെയാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മുഹറം മാസമാണ് നമ്മിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ സമയത്ത് വിശ്വാസികൾ എന്ന നിലയിൽ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില പാഠങ്ങൾ ആ പരിശുദ്ധമായ മുഹറം മാസം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒന്നാമതായി മുഹറം നമുക്ക് നൽകുന്ന പാഠം തന്നെ കഴിഞ്ഞ മുഹറം മുതൽക്ക് ഈ മുഹറം എത്തിയപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന സന്ദേശമാണ്. അഥവാ കഴിഞ്ഞ മുഹറത്തിലും നാം ഇതുപോലെ ഖുത്ബ കേട്ടു, നാം ഇങ്ങനെ പിരിഞ്ഞുപോയി ഖുത്ബ കേട്ടു, നിസ്കാരങ്ങളും അതുപോലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെയായി നാം കഴിഞ്ഞുപോയി. ഇന്നിതാ മറ്റൊരു മുഹറം നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് മുഹറം നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഒരു വർഷം അഥവാ 365 ദിവസങ്ങളോളം നിനക്ക് നഷ്ടമായി പോയിട്ടുണ്ട് എന്നതാണ്. നമുക്ക് എത്രയാണോ അല്ലാഹു തആല ദിവസങ്ങൾ കണക്കാക്കിയത്, ഒരു 10,000-ഓ 20,000-ഓ ഒക്കെ ദിവസമാണ് നമുക്ക് കണക്കാക്കിയത് എങ്കിൽ അതിൽ നിന്നാണ് ഈ 365 ദിവസമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് ചിന്തിക്കണം മനുഷ്യ എന്നാണ് ഈ പരിശുദ്ധ മുഹറം മാസം നമുക്ക് നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. ഒരിക്കലും ആ ദിവസം ഇനി നമുക്ക് കിട്ടുകയില്ല. നാം ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം പോകുന്നത് തന്നെ മണിക്കൂറുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ ആയിട്ടാണ്. മണിക്കൂറുകൾ കഴിയുമ്പോൾ ദിവസങ്ങൾ വരുന്നു, ദിവസങ്ങൾ കഴിയുമ്പോൾ ആഴ്ചകളാകുന്നു, ആ ആഴ്ചകൾ പിന്നിടുമ്പോൾ മാസങ്ങളിലേക്ക് പോകുന്നു, മാസങ്ങൾ പിന്നിടുമ്പോൾ വർഷത്തിലേക്കും. ഇങ്ങനെ നമ്മുടെ ദിവസങ്ങൾ നമ്മിൽ നിന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു അവസാനം നമുക്കുണ്ടാകും. ആ അവസാനത്തിൽ നാം ആ മാസത്തിൽ നിന്നും ആ ദുന്യാവിൽ നിന്ന് തന്നെ നമ്മളൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ എത്തുക. ആ ഒരു സന്ദേശം നൽകാനാണ് മുഹറം നമ്മിലെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം. പണ്ഡിതന്മാർ നമ്മുടെ ജീവിതത്തിന്റെ ഉപമ പറയുന്നത് തന്നെ ഒരു രാജ്യത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു ട്രെയിനിന്റെ ഉദാഹരണമാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുള്ളത്. രാജ്യത്തിന്റെ ഒരറ്റത്തിൽ നിന്നൊരു ട്രെയിൻ മറ്റൊരറ്റത്തേക്ക് പുറപ്പെടുമ്പോൾ ആ തുടക്കഭാഗത്തിൽ നിന്ന് പല ആളുകളും ആ ട്രെയിനിൽ കയറിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. ചില ആളുകളൊക്കെ പകുതി വഴിയിൽ ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന വഴിയിൽ വേറെ ചിലർ അതിലേക്ക് കയറുന്നു. വീണ്ടും ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇറങ്ങാനാകുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പുതിയ ആളുകൾ വീണ്ടും കയറി വരുന്നു. അങ്ങനെയുള്ള ആളുകൾ, നമ്മുടെ മുമ്പ് എത്രയോ ആളുകൾ ഈ ജീവിതമാകുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവർക്ക് നിശ്ചയിച്ച അവധി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവരൊക്കെ ഇറങ്ങിപ്പോയി. നാമും ഒരു സ്റ്റോപ്പിൽ വെച്ച് ഇവിടെ കയറിയതാണ്. ജീവിതമാകുന്ന ഈ ട്രെയിനിൽ നമ്മളൊക്കെ കയറി. ഇനി നമുക്കൊരു സ്റ്റോപ്പുണ്ട്. നമ്മുടെ കൂടെ കയറിയ പല ആളുകളും അവരുടെ സമയമായപ്പോൾ അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നാമും ഇറങ്ങേണ്ട ഒരു സമയമുണ്ട്. നമ്മുടെ കൂടെ കയറിയ ചില ആളുകൾ നമ്മോടൊപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നു. ചില ആളുകൾ നാം ഇറങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അവരിറങ്ങിപ്പോയി. ഇനി നാം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ എത്ര ആളുകളാണ് ഇറങ്ങുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ശേഷം ഇനിയും ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ കയറി വരും. അവർക്ക് സമയമാകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. ഇതാണ് ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പണ്ഡിതന്മാർ ഒരു ട്രെയിനെ ഉപമിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കറക്റ്റായൊരു ഉദാഹരണമാണത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. എത്രയോ ആളുകൾ നമ്മുടെ മുമ്പൊക്കെ ഈ നാട്ടിൽ ജീവിച്ചവരാണ്. നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ, നമ്മുടെ കാരണവന്മാരായ എത്രയോ ആളുകളൊക്കെ ഇവിടെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ചെറുപ്പക്കാരായ പല ആളുകളും നമുക്ക് മുമ്പേ ഇവിടെ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ അവധി എത്തുന്ന സമയത്ത് അവരൊക്കെ നീങ്ങിപ്പോയി. ഇങ്ങനെ നമ്മോട് കൂടെ കയറിയവരും നമ്മുടെ ശേഷം കയറിയവരും നമ്മുടെ മുമ്പ് കയറിയവരുമൊക്കെയായ പല ആളുകളും ജീവിതമാകുന്ന ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എങ്കിൽ നമുക്കും ഇറങ്ങാനുള്ള ഒരു സമയം ഈ കാലക്കറക്കത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹറം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് മുഹറം നൽകുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം, അല്ലാഹു തആല പറയുന്നു, നോക്കൂ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ. അല്ലാഹു തആല രാവും പകലും ഇങ്ങനെ
മാറിമറിക്കുന്ന രൂപത്തിൽ അവൻ അതിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. പകൽ വരുന്ന ഒരു സമയത്ത് ആ പകൽ അങ്ങോട്ട് അസ്തമിക്കുമ്പോൾ, പകൽ കഴിയുമ്പോൾ അവിടേക്ക് രാത്രി കയറി വരുന്നു. ആ രാത്രി നേരം വെളുക്കുമ്പോൾ വീണ്ടും പകൽ കയറി വരുന്നു, പിന്നെയും രാത്രി വരുന്നു, പിന്നെയും പകൽ വരുന്നു. ഇങ്ങനെ ഖിൽഫത്തൻ മാറി മറിഞ്ഞുകൊണ്ട് അല്ലാഹു തആല രാവിനെയും പകലിനെയും നിങ്ങൾക്ക് സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, എന്തിനാണ് ഇതിങ്ങനെ സംവിധാനിച്ചത്? അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ലിമൻ അറാദ യദക്കർ, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഇതൊക്കെ. ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി നന്ദി ചെയ്യുന്ന, ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവുകളും ദൃഷ്ടാന്തങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ആളുകൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമൊക്കെയാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആലയുടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മുഹറം കടന്നു വരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് പ്രധാനമായും ആലോചിക്കേണ്ടത്. നമുക്കൊക്കെ എത്ര വയസ്സായി എന്ന് നാം ചിന്തിക്കണം. നാം എന്നാണ് ഈ ദുന്യാവിലേക്ക് വന്നത്? നമ്മുടെ ജന്മദിനം എന്നായിരുന്നു? ഇനി എത്ര കാലം നമുക്കിവിടെ ജീവിക്കാനുള്ള അവസരമുണ്ടാകും? ഇനി ഈ അവസരം കഴിഞ്ഞാൽ നാം എങ്ങോട്ടാണ് പോകേണ്ടത്? അവിടേക്ക് നാം വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ മുഹറമിലേക്ക് കടന്നു വരുന്നത് എന്ന് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ മുഹറമാണ് ഇസ്ലാമിയ കലണ്ടറിലെ 1ാമത്തെ മാസം എന്ന് പറയുന്നത്. ഇസ്ലാമിയ കലണ്ടർ എണ്ണുമ്പോൾ നാം മറ്റ് കലണ്ടറുകൾ ജനുവരി കൊണ്ട് തുടങ്ങുന്നു എങ്കിൽ ഇസ്ലാമിയ കലണ്ടർ എണ്ണുന്നത് തന്നെ മുഹറം മാസത്തിലൂടെയാണ്. ഇസ്ലാമിയ കലണ്ടർ എന്ന് പറയുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിലെ ഒരു കലണ്ടർ രൂപം വരുന്നത്. അതിന്റെ മുമ്പൊക്കെ അറബികൾ ചെയ്തിരുന്നത് അവർക്കൊരു പ്രത്യേക കലണ്ടറുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ പ്രത്യേകമായ ചില സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് കലണ്ടർ രൂപീകരിച്ചിരുന്നത്, കലണ്ടർ കണക്കാക്കിയിരുന്നത്. പ്രധാനമായ ചില സംഭവങ്ങൾ പറയും, എന്നിട്ട് ആ സംഭവം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം എന്നാണ് പറയുക. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ചൊക്കെ പറയുന്ന സ്ഥലത്ത് പറയുന്നത് കാണാൻ കഴിയും. ആനക്കലഹ സംഭവം, അഥവാ അബ്രാഹത്തിന്റെ പട്ടാളം കാബ പൊളിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു ആനക്കലഹ സംഭവമുണ്ട്. അത് പ്രധാനമായ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് ചേർത്തുകൊണ്ട് ഡേറ്റ് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ജനിച്ചത് എന്ന് പറയും. അതുപോലെ ഹർബുൽ ഫിജാർ എന്ന് പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നടന്നിരുന്ന വലിയ ചില യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിലേക്ക് ചേർത്തിട്ടൊക്കെ ഡേറ്റുകൾ പറയാറുണ്ട്. അതുപോലെ വീണ്ടും നമുക്ക് കാണാം പല സംഭവങ്ങളും ചരിത്രത്തിൽ കലണ്ടർ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഇസ്ലാമിക രൂപത്തിൽ ഒരു കലണ്ടർ രൂപീകൃതമാകുന്നത്. അഥവാ മഹാനായ പ്രവാചകന്റെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയോ ഭരണകാലത്തൊന്നും അങ്ങനെ ഒരു കലണ്ടർ സംവിധാനം വന്നിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക രാജ്യം വികസിക്കുന്നു. പല നാടുകളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് ധാരാളമായി കടന്നു വരുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ നാടുകൾ, ഇറാഖ്, ഷാം, ജോർഡാൻ, മിസ്ർ, ഫലസ്തീൻ പോലത്തെ പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഭരണപരിഷ്കരണത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഓരോ രാജ്യങ്ങളിലേക്കും പ്രത്യേകമായി ഗവർണർമാരെ നിയോഗിച്ചിട്ട് ആ രാജ്യത്തിന്റെ ചുമതല അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുക. അതുപോലെ പല സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മഹാനായ ഇറാഖിലെ ഗവർണറായിരുന്ന അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരിക്കൽ ഒരു കത്തെഴുതിക്കൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ചത്, നമുക്കൊരു കൃത്യമായ ഒരു കലണ്ടറും ഡേറ്റും തീരുമാനിക്കാൻ കഴിയാത്തതുകൊണ്ട് ഭരണത്തിലൊക്കെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കുന്നുണ്ട്. ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സംഭവത്തിന് കൃത്യമായ ഡേറ്റുകൾ പറയുന്നില്ല. അതുകൊണ്ട് അത് നമുക്ക് വലിയ തലവേദനകളാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം നിങ്ങൾ കാണണമെന്ന് മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അപേക്ഷിക്കുകയാണ് ഒരു കത്തിലൂടെ. ഈ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രഗത്ഭരായിരുന്ന മുഴുവൻ സ്വഹാബിമാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ഇടയിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ഒരു കലണ്ടർ വേണമെന്നതായിരുന്നു. അങ്ങനെ കലണ്ടർ രൂപീകരണത്തിന്റെ അവസരം എത്തിയപ്പോൾ എന്തിനടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം കലണ്ടറിന്റെ 1ാമത്തെ ഡേറ്റ് ആരംഭിക്കേണ്ടത് എന്ന് പല അഭിപ്രായങ്ങളും വന്നു. പല ആളുകളും പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം തന്നെ ആവട്ടെ, മൗലിദുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം മുതൽക്ക് ഇങ്ങോട്ട് കലണ്ടർ കണക്കാക്കാം എന്ന് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ ഹിജറയാണ് അടിസ്ഥാനപ്പെടുത്താൻ പറഞ്ഞത്.
കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് ഒരു പ്രധാന സംഭവമാണ്. അതുകൊണ്ട് ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ രൂപീകരിക്കാം എന്ന് പറയുന്നു. വേറെ ചില ആളുകൾ പ്രവാചകൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത് സമൂഹത്തിന് വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് ആ ദിവസമാക്കാം നമുക്ക് കലണ്ടറിന്റെ ഒന്നാമത്തെ ഡേറ്റായി കാണേണ്ടത് എന്നൊക്കെ പല അഭിപ്രായങ്ങളും പല രൂപത്തിൽ ആളുകൾ പറയാൻ തുടങ്ങി. അവസാനം എല്ലാവരും ഇത്തിഫാക്കായി തീരുമാനമെടുത്ത ഒരു തീരുമാനമാണ് ഹിജ്റയെ അടിസ്ഥാനമാക്കി കലണ്ടർ രൂപീകരിക്കുക എന്നത്. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ അടിസ്ഥാനമാക്കിയിട്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ഹിജ്റ 17 മുതൽക്ക് 27 വരേക്കുമുള്ള കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു കലണ്ടർ പരിഷ്കരണം ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം സംവിധാനം കൊണ്ടുവന്നു. ഈ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കലണ്ടർ രൂപപ്പെടുന്നത്. അങ്ങനെ പല ആളുകളുടെയും പല സ്വഹാബിമാരുടെയും അഭിപ്രായങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു, ഏത് മാസം കൊണ്ടാണ് കലണ്ടർ ആരംഭിക്കേണ്ടത് എന്ന്. അവസാനം അവര് ഹിജ്റയ്ക്ക് വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുത്ത ആ ദിവസത്തിന്റെ ആ മാസത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന മാസമാണ് മുഹറം എന്നതുകൊണ്ട് ആ മുഹറത്തെയാണ് അവർ കലണ്ടറിന്റെ ഒന്നാമത്തെ മാസമായി അവർ കണ്ടത്. അങ്ങനെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ ഹിജ്റ 17 കാലഘട്ടത്തിൽ ആണ് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കലണ്ടർ രൂപീകരണം വരുന്നത്. അതോടുകൂടി അന്നു മുതൽക്ക് ഇസ്ലാമിൽ ഇങ്ങനെ കലണ്ടർ ഡേറ്റുകൾ എണ്ണിത്തുടങ്ങി വന്നു. ഇന്ന് നാം എത്തി നിൽക്കുന്നത് എവിടെയാണ് സഹോദരന്മാരെ, നാം ആലോചിച്ചു നോക്കൂ. അന്ന് അവർ കലണ്ടർ രൂപീകരിച്ച് 17 വർഷമൊക്കെ അന്നായിരുന്നുള്ളെങ്കിൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് 1447 വർഷത്തിലാണ്. ഇസ്ലാമിയ കലണ്ടറിന്റെ ഹിജ്റ വർഷം ഇന്ന് 1447 ഇവിടെയാണ് സമയത്തിന്റെ പോക്ക് നാം മനസ്സിലാക്കേണ്ടത്. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 1400-ലധികം വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ആളുകൾ ജീവിക്കുകയും മരിക്കുകയും പിന്നെയും ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അതാണ് ഞാൻ ആദ്യം ഉദാഹരണം പറഞ്ഞത്. ഈ രൂപത്തിലാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇനി നമ്മളും നമുക്ക് അവസരമെത്തുന്ന ഒരു ഡേറ്റ് ഈ കലണ്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് 1447 നമ്മൾ എത്തിയത് എങ്കിൽ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം നമ്മുടെ വർഷം, അല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കാം, അല്ലെങ്കിൽ അതിനടുത്ത വർഷമായിരിക്കാം. ഏതെങ്കിലും ഒരു വർഷം ഈ കലണ്ടറിൽ നമ്മുടെ ഡേറ്റായിട്ടും വരാനുണ്ട് എന്ന കാര്യം നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുഹറം നമുക്ക് നൽകുന്ന പ്രധാനമായ ചില സന്ദേശങ്ങളാണ്. അതുപോലെ നാം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുന്നത്. ധിക്കാരിയായ ഫിർഔനിനെ മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനത്തെ തിരസ്കരിച്ച ധിക്കാരിയായ ഫറോവയെ അല്ലാഹു തആല മുക്കി നശിപ്പിച്ചത് ഇതുപോലുള്ള ഒരു മാസത്തിലായിരുന്നു. കർബലയിൽ വെച്ച് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതും ഇതുപോലുള്ള ഒരു മാസത്തിലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നതും മുഹറം മാസത്തിലായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മാസം കടന്നു വരുമ്പോൾ ഇസ്ലാം നമ്മുടെ മേലിൽ ശക്തമായ സുന്നത്താക്കിയ ഒരു കാര്യമാണ് ആശുറാവ് താസുവാവ് നോമ്പ് എന്നുള്ളത്. ഈ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആശുറാവും താസുവാവും നോമ്പുകൾ. അടുത്ത ഞായറും തിങ്കളുമാണ് ആ ദിവസം എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. വലിയ പ്രതിഫലമുള്ള നോമ്പാണ് ആശുറാവ് താസുവ എന്ന് പറയുന്നത്. ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സിയാമു യൗമി ആശുറാ അഅ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആശുറാ ദിവസം അഥവാ മുഹറം 10 അതിനാണ് ആശുറാ എന്ന് പറയുന്നത്. താസുആ എന്ന് പറയുന്നത് മുഹറം 9ാമത്തെ നോമ്പാണ്. ആശുറാ ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അള്ളാഹുവിൽ നിന്ന് ഞാൻ അതിന് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബല, മുൻകഴിഞ്ഞ വർഷത്തിലുള്ള ചെറുപാപങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടുമെന്നാണ് ആ നോമ്പിന്റെ പ്രതിഫലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ പ്രവാചകൻ പറയുന്നത് കാണാം, അഫ്ളലു സിയാമി ബഅദ ശഹ്രി റമളാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം. നോമ്പിന്റെ ശേഷം, റമളാൻ മാസത്തിലെ നോമ്പിന്റെ ശേഷം അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടമായ നോമ്പെന്ന് പറയുന്നത്
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നൊക്കെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പ്രവാചകൻ പറയുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഖദിമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നതിന്റെ ശേഷം അവിടെയുള്ള ജൂതന്മാർ നോമ്പ് നോൽക്കുന്നത് ഒരിക്കൽ പ്രവാചകന്റെ ദൃഷ്ടിയിൽപ്പെടുന്നു, പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പ്രവാചകൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ ഈ ദിവസം ആശുറാ ദിവസം മുഹറം 10 വരുമ്പോൾ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നത് ഹാദാ യൗമുൻ സാലിഹുൻ, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല ഫസാമഹു മൂസ. ഇത് അല്ലാഹു തആല പവിത്രമാക്കിയ നല്ലതായ ഒരു ദിവസമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ദിവസം അല്ലാഹു തആല മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും ബനു ഇസ്രായേലരെയും ഒക്കെ ഫിർഔനിന്റെയും അവന്റെ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് ഒരു നന്ദി എന്ന നിലയിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം അന്ന് നോമ്പനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നഹ്നു അഹഖു വഔലാ ബി മൂസാ മിൻകും, എന്നാൽ നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്തവരും കടപ്പെട്ടവരുമൊക്കെ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് മുഹറം 10 വരുന്ന സമയത്ത് നോമ്പ് പ്രത്യേകമായി അവരോട് കൽപ്പിക്കുകയും അത് പ്രവാചകൻ സുന്നത്താക്കുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറയുകയുണ്ടായി, ലൈം ബഖീതു ഇലാ ഖാബിലിൻ ലാസുമൻ നത്താസെ, അടുത്ത വർഷം എനിക്ക് ജീവിക്കാൻ അവസരമുണ്ട് എങ്കിൽ ഞാൻ മുഹറം 9 വരുമ്പോൾ ആ മുഹറം 9-നും ഞാൻ നോമ്പ് നോൽക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുമുണ്ടായി. പക്ഷേ പ്രവാചകന് അടുത്ത വർഷം ജീവിക്കാനുള്ള അവസരമുണ്ടായില്ല. അതുകൊണ്ട് പ്രവാചകൻ മുഹറം 9 നോമ്പ് നോറ്റതുമില്ല. എന്നാൽ പ്രവാചകന്റെ വാക്കിലൂടെയുള്ള ഒരു ചര്യയാണ് പ്രവാചകൻ ആ നോമ്പ് നോൽക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ആ നോമ്പ് നോൽക്കാനുള്ള ഒരു പ്രേരണയും ആ ഹദീസിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുഹറം 9-നും മുഹറം 10-നുമൊക്കെ ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ് നോമ്പ്, സുന്നത്ത് നോമ്പ് എന്നതും. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നാം ആ നോമ്പിന് തയ്യാറാവുക. അടുത്ത ഞായറും തിങ്കളുമാണ് മുഹറം 9-ഉം 10-ഉമായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കുക. അങ്ങനെ മുഹറം 9-ഉം 10-ഉം നോമ്പെടുക്കാൻ നാം പ്രത്യേകം അതിനുവേണ്ടി ഒരുങ്ങുക. ഇബാദത്തുകളിലേക്കൊക്കെ പ്രത്യേകമായി ഒരുങ്ങുമ്പോഴാണ് അതിനുള്ള താല്പര്യമൊക്കെ നമ്മിലേക്ക് വരിക. അതിന് മുൻകൂട്ടി ഒരു പ്രതിജ്ഞ എടുത്ത് ഈ വർഷം മുഹറം 9-ഉം 10-ഉം ഏതായിരുന്നാലും ഞാൻ നോമ്പ് നോൽക്കുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അടുത്ത വർഷം നമ്മളൊക്കെ ഈ ദിവസം വരുമ്പോൾ ജീവിക്കുമോ എന്ന് നമുക്കാർക്കും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ മുഹറം 9-ഉം 10-ഉം ആയിരിക്കാം എന്ന് കണക്കുകൂട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഈ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ ഖൈറായ കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പകർത്താനും പ്രവാചകന്റെ സുന്നത്തുകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും എല്ലാവരും കൃത്യമായി പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് മുഹറം മാസം പവിത്രമായ മാസമാണ്. അത് നാം പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ആ മാസത്തെ നമ്മളൊക്കെ പ്രവാചകന്റെ ചര്യകൾ എന്താണോ മുഹറം മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടത് അത് പ്രാവർത്തികമാക്കുക എന്നതാണ് വിശ്വാസികൾ ഈ മാസത്തിൽ ചെയ്യേണ്ടത്. എന്നാൽ നാം ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ മുഹറം മാസത്തെ ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ സമൂഹത്തിൽ 3 വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ മുഹറം മാസത്തെ സമീപിക്കുന്ന വിഷയത്തിൽ 3 വിഭാഗം ആളുകളെ നമുക്ക് കാണാം. ഒന്നാമത്തെ വിഭാഗം ത്വായിഫത്തുൻ ഷാബഹത്തിൽ യഹൂദ്, ജൂതന്മാരോട് സാദൃശ്യമാകുന്ന ഒരു വിഭാഗമാണ്. അഥവാ ജൂതന്മാർ ഈ ദിവസത്തെ പ്രത്യേകമായ ആഘോഷമാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ മാസത്തെ ഒരു ആഘോഷത്തിന്റെ മാസമായി കാണുന്നു. അത് ജൂതന്മാരാണ് അങ്ങനെയുള്ള ശൈലി സ്വീകരിക്കുന്നത്. അവർക്ക് മൂസാ നബി രക്ഷപ്പെട്ടതിന്റെ പേരിലുള്ള സന്തോഷ പ്രകടനം എന്ന് അടിസ്ഥാനമാക്കിയിട്ട് അവരതിനെ ഒരു ആഘോഷത്തിന്റെ രൂപത്തിൽ മാറ്റുന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ത്വായിഫത്തുൻ ലഹും യൗമു ഹുസ്നിൻ വനിയാഹ. രണ്ടാമത്തെ വിഭാഗം മുഹറം കടന്നു വരുന്ന സമയത്ത് വളരെ ദുഃഖവും
വളരെ സങ്കടവുമായി ആ മാസത്തെ കാണുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അഥവാ ഷിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ. എന്തുകൊണ്ട്? മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടിരുന്നത്, കർബലയിൽ അദ്ദേഹം ഷഹീദായത് ഇതുപോലുള്ള ഒരു മുഹറം 10-നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുഹറം 10 കടന്നു വരുമ്പോൾ മുഹറം എന്ന് പറയുന്നത് പൊതുവെ അവർക്കൊരു ദുശകുനമായ മാസമായിട്ടാണ് അവർ പൊതുവെ മുഹറത്തെ കാണാറുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുഹറം അവരുടെ ആശയത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ടാണ് ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും മുഹറത്തിൽ പല ദിവസങ്ങളും നഹ്സിന്റെ ദിവസമായിട്ടൊക്കെ പല ആളുകളും കാണും. മുഹറം അത് ശകുനം, അത് ദുശകുനമാണ്, അത് ഇന്ന ദിവസമൊന്നും ഒന്നിനും കൊള്ളുകയില്ല എന്ന രൂപത്തിലൊക്കെ പല ആളുകളും ആ മാസത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ആളുകളുടെ കലണ്ടറിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും മുഹറം ഇത്ര ദിവസങ്ങളിൽ അതൊക്കെ നഹ്സാണ് എന്ന പേര്. നഹ്സ് എന്ന് പറഞ്ഞാൽ അവലക്ഷണ ദിവസം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് കലണ്ടറിൽ ഓരോ കലണ്ടർ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ കലണ്ടറിൽ കാണാം, ആ കലണ്ടറിൽ മുഹറം മാസത്തിലെ പല ദിവസങ്ങളെയും നഹ്സായി എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിൽ അങ്ങനെ ഒരു നഹ്സ് എന്ന സംവിധാനമേ ഇല്ല. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നാൽ ചില ദിവസത്തിനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ചില ശ്രേഷ്ഠതകൾ ചില ദിവസത്തിനുണ്ട്. അതിന്റെ അർത്ഥം മറ്റുള്ള ദിവസങ്ങളൊക്കെ മോശം എന്നതല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കാറുണ്ട്. ഇസ്ലാമിൽ വ്യാഴാഴ്ച ദിവസത്തിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തിനൊക്കെ മഹത്വമുണ്ടെന്ന് പറഞ്ഞാൽ മറ്റ് ദിവസങ്ങളൊന്നും മോശമാണ് എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. അത് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചില കലണ്ടറുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പവിത്രമായ മുഹറം മാസത്തിൽ പോലും ആ മാസത്തിൽ ചില ദിനങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീടുകളിലൊക്കെയുള്ള പല കലണ്ടറുകളിലും പലർക്കും കാണാൻ സാധിക്കും ആ ദിവസം നഹ്സ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മുഹറം 6-ന് അല്ലെങ്കിൽ മുഹറം 10-ന് അല്ലെങ്കിൽ മുഹറം 17-ന് ഇങ്ങനെ അല്ലെങ്കിൽ മുഹറം 24-ന് ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ വെച്ചിട്ട് ആ ദിവസങ്ങളൊക്കെ നഹ്സാണ് എന്ന പേരിൽ കലണ്ടറിൽ പോലും എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഇസ്ലാമികമായ വിശ്വാസമല്ല എന്നതാണ് കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു നഹ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദിവസത്തെ അവലക്ഷണമായി ചിത്രീകരിക്കലോ ഒന്നും ഇസ്ലാമിലില്ലാതെ മുസ്ലിങ്ങൾക്ക് യോജിച്ച പണിയുമല്ല എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇത് ഷിയാക്കളിൽ നിന്ന് നമ്മുടെ വിശ്വാസികളായ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരാശയമാണ്. അവർക്കാണ് ഈ മുഹറം വരുമ്പോൾ വലിയ ദുഃഖത്തിന്റെയും ഹുസൈന്റെയും ഒക്കെ ദിവസമായി അവർ ഇതിനെ ആഘോഷിക്കുന്ന, ഇതിനെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്ലാമിൽ മഹാനായ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചത് എന്താണോ അതാണ് മുഹറം മാസത്തിൽ നാം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രവാചകൻ നമ്മോട് ആശുറാ നോമ്പും താസ്വാ നോമ്പും അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചത്. നാം അതിനാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒന്നുമല്ല നമ്മൾ പോവേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ഒന്നാമത്തത് ജൂതന്മാരുടെ വിശ്വാസമാണ്, രണ്ടാമത്തത് ഷിയാക്കളുടെ വിശ്വാസമാണ്, മൂന്നാമത്തെ വിശ്വാസമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. അഥവാ മുഹറമിൽ പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് മുഹറത്തിനെ സ്വീകരിക്കുക എന്നുള്ളത്. പ്രവാചകൻ എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകതയായി നമുക്ക് ഈ മാസത്തിന്റെ പ്രത്യേകത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ പുറമെ ഈ മാസത്തിൽ നമ്മോട് നോമ്പനുഷ്ഠിക്കാനും കൽപ്പിച്ചു. അതുകൊണ്ട് മുഹറം 9ഉം 10ഉം വരുമ്പോൾ വിശ്വാസികൾ ചെയ്യേണ്ടത് ആ മാസത്തെ നോമ്പ് കൊണ്ട് ധന്യമാക്കുക എന്നതാണ്. അതിനുവേണ്ടിയായിരിക്കണം നമ്മളൊക്കെ പരിശ്രമിക്കേണ്ടത്. ഏത് വിഷയം വരുമ്പോഴും മതത്തിന്റെ ഭാഗമായി പറയപ്പെടുമ്പോൾ അത് ഇസ്ലാമിൽ അതിന് പ്രമാണമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നാം അതിനൊക്കെ പിൻപറ്റേണ്ടതും നാം ഒക്കെ സ്വീകരിക്കേണ്ടതും. അല്ലാതെ ആളുകൾ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാമും അതിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയല്ല വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് സുന്നത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, ഈ മാസത്തിൽ നമ്മൾ പ്രത്യേകം നോമ്പ് നോൽക്കാൻ കടപ്പെട്ടവരാണ്. പ്രവാചകൻ അതാണ് നമ്മോട് കൽപ്പിച്ചത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ആ നോമ്പിന്റെ ദിവസം വരുമ്പോൾ നമുക്ക് അതിന് ആ 9ഉം 10ഉം നാം നോമ്പ് നോൽക്കാൻ പ്രത്യേകമായി തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്റെ സുന്നത്തും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. മുഴുവൻ ആളുകളുടെയും രോഗങ്ങൾ അല്ലാഹു തആല എത്രയും വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة إنك على كل شيء قدير. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.